ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസലാണ്. ഇപ്പം നമ്മുടെ ഗ്രീൻ ടുഡേ കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ നമ്മുടെ ക്ലൈൻ്റാണ്. അപ്പോൾ അവർക്ക് പറയാൻ ഒരു ടെസ്റ്റിമോണിയൽ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ മൈക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഫൈസലിന് ഈ പ്രൊജക്റ്റ് കൊടുത്തിട്ട് ഒരു വർഷമായി. ഐ തിങ്ക് ലാസ്റ്റ് മെയിൽ നമ്മൾ തുടങ്ങിയതാണ്. കോൺസെപ്റ്റ് ഒരു ഡിസൈനിങ് ലെവലിൽ തുടങ്ങിയതാണ്. വിതിൻ 1 വീക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫൈസലിൽ ഒരു കോൺസെപ്റ്റായിട്ട് വന്നു. കോൺസെപ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു ഭയങ്കര ടഫ് പ്രൊജക്റ്റ് ആയിരുന്നു, റെനോവേഷൻ ആയിരുന്നു, അത്ര ഈസി അല്ല. അതും അതിനകത്ത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഈ ഭിത്തി പൊളിക്കാൻ പാടില്ല, ഈ ഭിത്തി പൊളിക്കാൻ പാടില്ല, അങ്ങനെ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇതിന് 3 ഭിത്തി ഇവിടെ ഇപ്പോഴും പഴയ ഭിത്തിയാണ്. പിന്നെ ലേ ഔട്ട് അങ്ങനെ വലുതായിട്ട് മാറ്റിയിട്ടില്ല. വിതിൻ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറാണ് ഫൈസൽ ഇത് മുഴുവൻ മോഡിഫൈ ചെയ്തത്. പിന്നെ കോൺസെപ്റ്റ് വെച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ എത്തും. പക്ഷെ ഇത് ലൈവ് ആയപ്പോൾ ഇത് ലെവൽ വേറെ ആയിരുന്നു. സോ റിയലി അപ്രീഷിയേറ്റ് വാട്ട് എവർ യു ഹവ് ഡൺ. പിന്നെ ഓരോ ക്വാളിറ്റി വാട്ട് എവർ യു ഹവ് പ്രൊവൈഡഡ്. ദ ബെസ്റ്റ് പാർട്ട് ഈസ് ആഫ്റ്റർ സെയിൽസ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇവർ കൺസ്ട്രക്ഷൻ തീർത്തിട്ട് ഫൈസൽ ഇസ് absconding. It's not like that. പുള്ളി എപ്പോഴും ഈവൻ ഇപ്പോൾ 4 മാസമായി സ്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്വിച്ച് വരെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈസ് റെഡി ടു ചേഞ്ച് ഇറ്റ്. അപ്പോൾ അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഗ്രീൻ ടുഡേയുടെ. പിന്നെ പുള്ളിയുടെ നല്ലൊരു ടീമുണ്ട്, എവ്രിബഡി ഈസ് ദെയർ ടു സപ്പോർട്ട് യു. അങ്ങനെ ഇപ്പോഴും എൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ഹി സ്റ്റിൽ സപ്പോർട്ടിങ് മീ. സോ വി ആർ ഹാപ്പി. ഇപ്പോൾ താമസിച്ചിട്ട് ഇവിടെ ഇപ്പോൾ വി സ്റ്റാർട്ടഡ് ജൂൺ എൻഡിലാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. സോ വി ഗേവ് ഹിം എ ഡെഡ് ലൈൻ ഓഫ് 8 months. ഐ തിങ്ക് ജൂൺ ടു ഏപ്രിൽ 14th വാസ് ദ ടാർഗറ്റ് ഡേറ്റ്. വിഷുന്ന് തുടങ്ങാൻ വേണ്ടിയായിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാരും ഇവിടെ അത് എൻ്റെ ലോക്കൽ ഏരിയയിലെ എല്ലാവരും പറയണത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സ്പീഡിലുള്ള കൺസ്ട്രക്ഷൻ കണ്ടിട്ടില്ല. ഇപ്പൊ പുറത്ത് കാണുമ്പോൾ നിങ്ങൾ ഈ ഓട് റൂഫിംഗ് ഒക്കെ ലിറ്ററലി ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് എന്ത് സ്പീഡിലാണ് ഇവർ ഈ പണിയണത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇവർ സ്പീഡ് മാത്രമേ ഉള്ളൂ, ക്വാളിറ്റി ഇല്ല. ഇവർക്ക് ഹൈ ക്വാളിറ്റി ഉണ്ട്, ഹൈ സ്പീഡും ഉണ്ട്. ഈവൻ ടൈലിങ്ങിനൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ വി വർ സർപ്രൈസ് ദാറ്റ് ടൈൽ ലേ ചെയ്യാൻ ഒരാൾ വരണു, സ്കേർട്ടിങ്ങിന് വേണ്ടി വേറെ ഒരാൾ വരണു, അതിന് മുകളിലത്തെ പുട്ടിയിടാൻ വേറെ ഒരു ടീം വരണു. സോ എവറി പാർട്ടിന് വേണ്ടി ഒരു സ്പെഷ്യലൈസ് ടീം ഉണ്ട്. ഇപ്പൊ ഫർണിച്ചറിന് വേണ്ടി ഒരു ആള് വരും, ഫർണിച്ചറിന്റെ ഹാൻഡിൽസിന് വേണ്ടി വേറൊരു ടീം. എവറിഥിങ് സ്പെഷ്യലൈസ്ഡ്. സോ അതിപ്പോ ഇവരെല്ലാരെയും കൊണ്ടുവന്നിട്ട് ഒരു റൂഫിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യിപ്പിച്ചത് ആൻഡ് ദെൻ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ടു ഡെലിവർ ഇറ്റ്. അത് ഫ്രാങ്ക്ലി ഐ ഹാവ് സ്റ്റേഡ് ഇൻ ബോംബെ. ഇറ്റ്സ് വെരി ഈസി, കേരള ഇറ്റ്സ് ഡിഫിക്കൾട്ട്. പുള്ളി അത് കേരളത്തിൽ ചെയ്യുന്നത് ദാറ്റ് ഈസ് സംതിങ് അമേസിങ്. ആൻഡ് ദാറ്റ് ടു എവറിഥിങ് ഈസ് ഇൻ ബജറ്റ്. അങ്ങനെ എക്സ്ട്രീംലി high budget ഒന്നുമല്ല. ഓക്കെ, യു വിൽ ഹാവ് ടു പേ എ പ്രീമിയം ഇഫ് യു ഹാവ് ടു ഗെറ്റ് തിങ്സ് ഡെലിവേർഡ് ഓൺ ടൈം, ഓഫ് കോഴ്സ്. പക്ഷേ ഈവൻ ദാറ്റ് പ്രീമിയം ഇറ്റ്സ് വർത്ത് ഇറ്റ്. സോ ഹാസൽ ഇല്ലായിരുന്നു. ഐ ഹാവ് നോട്ട് സ്പെൻഡ് ഹാർഡ്ലി 7 days. ഐ വുഡ് ഹാവ് കം ഹിയർ. 2 days ടൈൽ സെലക്ഷന് വന്നായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ 1 or 2 days. ഐ വുഡ് ഹാവ് സ്പെൻഡ് നോട്ട് മോർ ദാൻ 3 to 7 days maximum out of 9 months of construction. And this is what you see. So sitting in Dubai getting things like this, where is your man? Talk to Faisal. ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ വിശ്വാസം, നമ്മൾ കാണാത്ത ഒരാളല്ലേ, നാട്ടുകാരറിയില്ല, നിങ്ങളെ പറ്റിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കയറി താമസത്തിന് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ വീട് കാണുന്നേക്കാളും ആൾക്കാർക്ക് ഈ കോൺട്രാക്ടറെ പരിചയപ്പെടാനായിരുന്നു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാവരും എന്നോട് പറഞ്ഞതായിരുന്നു, സോദയ്ക്ക് പറ്റുമോ ഇവിടെ നിൽക്കാനായിട്ട്, ആരെയും ഏൽപ്പിക്കണേ, സുഗത ഒന്ന് നോക്കാൻ പറ്റുമോ? അപ്പോൾ പണി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഈ ടച്ചല്ലേ ശീലം. അപ്പൊ റേറ്റ് കൂടുതലായിരിക്കും, ടച്ചാണ്, കോൺട്രാക്ട് ആണ്, അവർ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. സ്ലാബ് വരെ മാറ്റിയായിരുന്നു. പിന്നെ ഒരു ബെസ്റ്റ് ഗ്രീൻ ടുഡേയോട് പറഞ്ഞ വെരി ഓണസ്റ്റ് ആണ്. വേണമെങ്കിൽ they could have told me, okay, you keep the old slab and you save 3 lakhs, but they were very clear. നിങ്ങൾ സ്ലാബ് വെച്ചോ, പക്ഷെ നാളെ നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റും, അതിനേക്കാളും നല്ലത് you break the slab and get a new one.
അങ്ങനത്തെ കുറെ ഓണസ്റ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും. ഇറ്റ്സ് അപ് ടു us whether we want to take it or not. പിന്നെ ഹാസൽ ഫ്രീ ടച്ച് പണി അതിനേക്കാളും 100 times ബെറ്റർ ഗിവ് ഇറ്റ് ലംസം കോൺട്രാക്ട് കൊടുക്കുക. സോ ദർ 3 ഓപ്ഷൻസ്. ഐദർ നിങ്ങൾ ലേബർ ആൻഡ് മെറ്റീരിയലിൽ കൊടുക്കുക, ഓർ നിങ്ങൾ റെപ്യൂട്ടഡ് ബിൽഡേഴ്സിനെ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ പോയി താമസിക്കുക. തേർഡ് ഓപ്ഷൻ ഈസ് ഗിവ് ഇറ്റ് ടു എ കോൺട്രാക്ടർ ആൻഡ് ഡിസൈൻ വാട്ട് യു വാണ്ട്. സോ ഐ വുഡ് ഓൾവേസ് ഗോ വിത്ത് ദ തേർഡ് ഓപ്ഷൻ. പിന്നെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. വി ആർ ലക്കി ടു ഹാവ് യു. പിന്നെ ഇത്രയും തന്നെ എല്ലാം പറ. ഞങ്ങള് എങ്ങനെയാണോ സ്വപ്നം കണ്ട വീട് അതേപോലെ തന്നെ ഞങ്ങൾ ആ പ്ലാൻ തന്നപ്പോ തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഓർത്തത് എങ്ങനെയാണ് പൊളിഞ്ഞ് റിന്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് എങ്ങോട്ട് പോകണം, എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ കറക്റ്റ് ഞങ്ങൾ വിചാരിച്ച പോലെ എല്ലാം ചെയ്തു തന്നു. ഒത്തിരി അതിൽ ഞങ്ങളുടെ സ്വപ്ന വീട് തന്നെയാണിത്. അച്ഛനും എനിക്കെന്നെ പറയാം. ഇതേ ഉള്ളു വിശ്വാസം. എന്തായാലും നന്നായിട്ട് പണിതിട്ടുണ്ട്. ഈ ഏരിയയിൽ ഇതുപോലത്തെ ഒരു വീട് ആരും പണിതിട്ടുണ്ടാവില്ല. ഡിസൈൻ ആയാലും വേണ്ടില്ല, കൺസ്ട്രക്ഷൻ ആയാലും വേണ്ടില്ല. അതെ, കൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കി. പഴയ വീട് Renovation. എന്നുള്ളത് ആ മുഴുവനും പൊളിപ്പിച്ചില്ല, പകുതി പൊളിപ്പിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മേളിൽ ഒരു എല്ലാം കൂടെ പണിയണം എന്നുള്ള 2-3 റൂം ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അത് ഇത്ര നന്നായി എൻഡിങ് ആവുന്ന കാരണം ഓർത്തില്ല. ചില ഭിത്തികളൊക്കെ അതിന്റെ ഇടയ്ക്ക് മാറ്റേണ്ടി വരും. അപ്പൊ പറഞ്ഞ് മാറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ സ്ലാബ് വെച്ചിട്ട് പണിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ഏതായാലും 10-30 വർഷം സ്ലാബ് ആയി കഴിഞ്ഞു. അപ്പൊ അതിന്റെ പുറത്ത് വേറൊരു ലോഡ് കൂടെ വരുന്നേക്കാളും ഭേദം ആ സ്ലാബ് അങ്ങ് മാറ്റിയിട്ട് പുതിയ സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 50-60 കൊല്ലം നമുക്ക് പിന്നെ ചിന്തിക്കുകയേ വേണ്ടി വരില്ല. പഴയ സ്ലാബിന്റെ പുറത്ത് പണി കഴിഞ്ഞാൽ ഒരു 30 കൊല്ലം എല്ലാം കോൺട്രാക്ടർ ഐഡിയ മാത്രമായിരുന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ടിലേക്ക് ചിലപ്പോൾ വന്നെന്ന് വരാം. ബീം വളയോ അല്ലെങ്കിൽ സ്ലാബിൽ വളയോ പ്ലാസ്റ്റർ പൊളിയോ ഇതൊക്കെ ചെയ്യാം. 30 വർഷം വരെയൊക്കെ നമുക്ക് ഗ്യാരണ്ടി കിട്ടുള്ളൂ. അതിൽ കൂടുതലൊക്കെ ഇനിയിപ്പോൾ ഏതായാലും പൊളിച്ചു പോണത് ഇനിയിപ്പോൾ ഏതായാലും 30-40 കൊല്ലം നമുക്കൊന്നും ചിന്തിക്കുകയേ വേണ്ട. അപ്പൊ അത് കാരണം പിന്നെ കുറച്ച് കൂടുതൽ പൈസ ചിലവും സാരമില്ല. അത് ഫ്യൂച്ചറിലൊക്കെ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അതെ 50 രൂപയുടെ 5 രൂപയ്ക്ക് പണിതാൽ അത് 8 രൂപയിലേ എത്തുള്ളൂ. കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറെ ആൾക്കാർ വന്ന് ലിറ്ററലി ഞങ്ങളോട് ചോദിച്ചു, ആരാണ് കോൺട്രാക്ടർ, എങ്ങനെയാ കണ്ടുപിടിച്ചത്, ഗൂഗിളിനകത്തിന് കണ്ടുപിടിച്ച ഇങ്ങനത്തെ ഒരാളെ കിട്ടുമോ, എന്ത് പ്രൈസിങ്ങിൽ ഇത് തീർത്ത്, ഇത് എങ്ങനെയാ ഈ ക്വാളിറ്റിയിൽ ഇവർക്ക് മുതലാവണത്. സോ ഞാൻ പറഞ്ഞു ഇപ്പൊ പുള്ളിക്ക് മുതലായി, പുള്ളിക്ക് ഒരു ആസ്പിറേഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ഡെലിവർ ചെയ്യാൻ. കമ്മിറ്റഡ് ആണ് ആള്. സോ കമ്മിറ്റഡ് ആണെങ്കിൽ ഓണസ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ടു ഡെലിവർ. ലക്കിലി ഞങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും ചേർത്തു, നോ പ്രോബ്ലം. ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ എവറിത്തിങ്. വിശ്വാസം അതാ. താങ്ക് യു ഫോർ ദ വാല്യുബിൾ ഫീഡ്ബാക്ക്. അപ്പൊ താങ്ക് യു. ബൈ ബൈ.